ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യം എരിവും പുളിയും അതുപോലെ കുറച്ച് മധുരമൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം. നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇത് ചെറുതാക്കി അരിഞ്ഞ് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് മുകളിലുള്ള വെള്ളമൊക്കെ തുടച്ച് മാറ്റണം. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് നമുക്ക് ഈ മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റി വെക്കാം. അതിനുശേഷം ഇതെല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ അച്ചാറിടാനായിട്ട് എടുത്തിട്ടുള്ള മാങ്ങ ചെറിയ ചെറിയ മാങ്ങകളാണ്. അപ്പോൾ അതുകൊണ്ടൊരു 15 മാങ്ങയോളം ഉണ്ടാവും. ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം 1 കിലോ ഒക്കെ ഉണ്ടാവും. 1 കിലോ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. മാങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മാങ്ങ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം, വലിയ പീസാക്കി എടുക്കരുത്. അപ്പോൾ ഞാൻ ഈ മാങ്ങകളെല്ലാം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാങ്ങ ഇപ്പോഴല്ല അച്ചാറുള്ളത്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഒരു ഗ്ലാസിൻ്റെ ജാറിലിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഗ്ലാസ് ജാർ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. വെള്ളം ഒന്നും ഉണ്ടാവരുത്. അപ്പോൾ ഈ മാങ്ങ എല്ലാം ഇതിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിതൊരു 1 അല്ലെങ്കിൽ 2 ആഴ്ച ഇതുപോലെ വെക്കാം. നമ്മൾ കൂടുതൽ വെക്കുന്നിടത്തോളം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു 2 ആഴ്ചയോളം ഇതുപോലെ വെച്ചതിന് ശേഷമാണ് ഈ മാങ്ങ അച്ചാറിട്ടെടുക്കുന്നത്. ഇനി ഈ മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ മുങ്ങി നിൽക്കാനുള്ള അത്ര വിനീഗർ ഒഴിച്ചു കൊടുക്കണം. ഇത്രയും വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ വിനീഗർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ മാങ്ങ അച്ചാറിട്ട് എടുക്കുക. അപ്പോൾ അത് അച്ചാറിട്ട് വരുമ്പോൾ നമുക്ക് ഈ വിനീഗർ പാകമായിട്ട് തന്നെ വരും. പിന്നെ ഇത്രയും വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മാങ്ങ കേട് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ല, ഞാൻ ഇത്രയും വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരാഴ്ച ഇതുപോലെ വെക്കാം. ഇനി ഒരാഴ്ച വെച്ചില്ലെങ്കിൽ ഒരു 4 ദിവസമെങ്കിലും ചുരുങ്ങിയത് വെക്കണം. അപ്പോഴേ നമ്മളെ മാങ്ങക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഇനി കൂടുതൽ ദിവസം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് 2 ആഴ്ച വരെ ഇതുപോലെ വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ അച്ചാറാക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ മാങ്ങ അച്ചാറിടാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അച്ചാർപ്പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല. അച്ചാർപ്പൊടി ഇല്ലാതെ തന്നെ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടീസ്പൂണ് കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരുപാട് ടൈം വറുത്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനാക്കിയിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചെടുക്കണം. ഞാനൊരു ബൗൾ നിറയെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അച്ചാറിലാവുമ്പോൾ അത്യാവശ്യം നല്ലോണം വെളുത്തുള്ളി ഇടണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും പച്ചമുളക് മതി, കൂടുതലൊന്നും വേണ്ട. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2-3 കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പ് ഈ മാങ്ങയിൽ നിന്ന് കുറച്ച് വിനീഗർ നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം. ഇതിൽ നിന്നൊരു 3-4 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്തിട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് തന്നെ ആവശ്യമുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലത് എള്ളെണ്ണയാണ്. എള്ളെണ്ണയിൽ അച്ചാറിട്ടാൽ പെട്ടെന്നൊന്നും കേടുവരില്ല. അപ്പോൾ ഞാനിതിലേക്ക് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നാടൻ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം.
ഞാനിതിലേക്ക് നാടൻ മുളക് പൊടി ചേർത്തിട്ടില്ല, കാരണം കുട്ടികൾക്ക് അധികം എരിവ് ഇഷ്ടമില്ല. അപ്പോൾ അച്ചാറിൽ കൂടുതൽ എരിവ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല റെഡ് കളർ വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാങ്ങയിലുള്ള വിനീഗർ കൂടി കൂട്ടിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. കുറച്ച് വിനീഗർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പ് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം വിനീഗർ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മുളക് പൊടിയും മാങ്ങയും എല്ലാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ മാങ്ങ അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള വിനീഗർ ഉണ്ടല്ലോ, ആ വിനീഗറാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനൊരു 15 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഈത്തപ്പഴമാണ്. വലുതാണെന്നുണ്ടെങ്കിൽ ഇത്ര എടുക്കണം എന്നില്ല. അപ്പോൾ ഞാനിത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ അച്ചാറിന്. അത്യാവശ്യം എരിവും പുളിയും പിന്നെ അതുപോലെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്നും കൂടി തിളക്കുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാണ്ട്. നമ്മൾ ആദ്യം മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ ടൈമിൽ എരിവ് കുറവാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഉലുവയും കടുകും ജീരകമൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച്, എന്നാലും ഇതിലേക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ടാൽ നല്ലൊരു സ്മെല്ലൊക്കെ ആണല്ലോ, അപ്പോൾ കറിവേപ്പില കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് അച്ചാറിനൊക്കെ എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും തിക്നെസ്സിലാണ് ഈ അച്ചാർ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത്ര തിക്നെസ് വേണ്ടാന്നുള്ളവർക്ക് കുറച്ചുകൂടി വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഈ ടൈമിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുളക് പൊടി ചേർത്തിട്ടുള്ള എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. കാരണം നമ്മൾ 2 ആഴ്ചയോളം ഇത് വിനീഗറിലിട്ട് വെച്ച മാങ്ങയാണ്. അതുകൊണ്ട് ഇനി ഇത് കൂടുതൽ ദിവസം വെക്കണം എന്നില്ല, പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. അതല്ല നമ്മൾ കൂടുതൽ ദിവസം ഇത് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആവും ചെയ്യും. കൂടുതൽ ടൈം നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം അച്ചാർ ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി എല്ലാവരും മാങ്ങ കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.